വെൽക്കം ടു റേസ്. ഞാൻ നിങ്ങളുടെ സദ്യരചനാമേസ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മുടെ എക്സാം ആണ്. എക്സാമിൽ എന്തായാലും നമുക്ക് ചോദ്യം വരുന്ന ഒരു പാഠമാണ് പാത്തുമ്മയുടെ ആട്. അപ്പൊ അത്യാവശ്യം ഏത് ചോദ്യം വന്നാലും എന്താണ് പാഠഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ പാഠഭാഗത്തിന്റെ ആശയം എന്താന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കുമല്ലോ കാണുക. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകാതിരിക്കുക. അപ്പൊ ലൈക്ക് ചെയ്യില്ലേ നിങ്ങൾ എല്ലാവരും? നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. ശരിയാണോ? അതെ, കാരണം പാത്തുമ്മയുടെ ആട് എഴുതിയിട്ടുള്ളത് ആരാണ്? നമ്മുടെ ബഷീറാണ്. ബഷീറിന്റെ വീട്ടിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടക്കുന്ന ആ ഒരു സാഹചര്യമാണ് അദ്ദേഹം പാത്തുമ്മയുടെ ആടിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബഷീറിന്റെ കൃതിയാണോ? ബഷീറിന്റെ കൃതിയാണ്. പക്ഷെ ബഷീർ എഴുതിയ പാത്തുമ്മയുടെ ആടല്ല നിങ്ങൾക്ക് അതുപോലെ പഠിക്കാനുള്ളത്. ബഷീറിനെ കുറിച്ചും ബഷീറിന്റെ കൃതികളെ കുറിച്ചിട്ടും നമ്മുടെ പ്രൊഫസർ MK സാനു ഒരു കൃതി എഴുതി. ബഷീറിനെ കുറിച്ചും ബഷീറിന്റെ കൃതികളെ കുറിച്ചിട്ടും നമ്മുടെ പ്രൊഫസർ MK സാനു ഒരു കൃതി എഴുതി. എന്താണ് പേര്? അതെ, ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നതാണ് കൃതിയുടെ പേര്. അപ്പൊ അതിൽ അദ്ദേഹം ബഷീറിന്റെ കുറച്ച് ജീവിതം പറയും, ബഷീറിന്റെ ഒരു കൃതി പറയും, ആ കൃതിയെ കുറിച്ച് പറയും. അങ്ങനെയാണ് അതില് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കൃതിയെ കുറിച്ചും ആ കൃതിയുടെ വിശദീകരണവുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് പ്രൊഫസർ MK സാനു എഴുതിയിട്ടുള്ള ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതനിലെ നമ്മുടെ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ബഷീറിന്റെ ജീവിതം, ബഷീർ പാത്തുമ്മയുടെ ആട് എഴുതാനിടയായ സാഹചര്യം, അതുപോലെ തന്നെ എന്താണ് പാത്തുമ്മയുടെ ആട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു കൃതിയിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും എന്ത് ചെയ്യാം? മനസ്സിലാക്കിയിട്ട് എഴുതാനുള്ള പോയിന്റ്സ് എഴുതിയെടുക്കാം. ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിൽ ബഷീറിനോളം അപൂർവതകളുള്ള ഒരു എഴുത്തുകാരനെ കണ്ടെത്തുക എന്നത് ശ്രമകരമായിരിക്കും. അദ്ദേഹത്തിന്റെ അനുഭവബഹുലമായ ജീവചരിത്ര ഗ്രന്ഥമാണ് പ്രൊഫസർ MK സാനുവിന്റെ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി. അതിലെ ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന ഭാഗം. പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെയും ബഷീറിന്റെ സർഗജീവിതത്തെയും വ്യക്തിജീവിതത്തെയും കലർത്തി വായിക്കുന്ന ഒരു ലേഖനമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. ബഷീറിന്റെ വീട്ടിലെ സത്യമായ കഥയാണ് പാത്തുമ്മയുടെ ആട് എന്ന ബഷീറിന്റെ തന്നെ വാക്കിലൂടെ ലേഖനം ആരംഭിക്കുന്നു. ബഷീറിന്റെ കുടുംബാംഗങ്ങളും അവരുടെ വ്യക്തിത്വവും കൃതിയിലെ കഥാപാത്രങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നതിനെ സാനു എടുത്തു കാണിക്കുന്നു. ബഷീറിന്റെ വീടിന്റെ വിവരണം വെറും ഒരു വാക്യത്തിൽ ഒതുങ്ങുന്നു. എന്നാൽ ആ വാക്യത്തിലൂടെ തന്നെ വായനക്കാരന്റെ മനസ്സിൽ ആ വീടിന്റെ ഒരു ദൃശ്യം തെളിയുന്നു. ഇത് ബഷീറിന്റെ വിവരണങ്ങളുടെ മാസ്മരികതയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ബഷീർ കുറെ യാത്രകൾക്ക് ശേഷം അല്ലെങ്കിൽ ദേശാടനത്തിന് ശേഷം വീട്ടിലേക്ക് ഒരു കൃതി എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശാന്തത തേടി സമാധാനം തേടി വന്നതാണ്. പക്ഷെ ആ വീട്ടിൽ ഒരിക്കലും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നില്ല. വീട്ടിലെ അംഗങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യന്മാരായിട്ട് അല്ലാത്ത ജീവനുള്ള ആളുകളും വേറെ ഉണ്ടായിരുന്നു അല്ലെ. കാക്ക, പരുന്ത്, പക്ഷി, കോഴി അല്ലെ, അതുപോലെ തന്നെ എലി, പൂച്ച, പിന്നെ അതുപോലെ തന്നെ ആട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചന്ത കൂടിയ ബഹളം എന്നാണ് ബഷീർ തന്നെ അതിനെ പറഞ്ഞിട്ടുള്ളത്. ചന്ത കൂടിയ ബഹളം, ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന പൂച്ചകൾ, ധാരാളം പണം വേണം, അതെവിടുന്ന് കിട്ടും എന്നീ പ്രയോഗങ്ങളിലെല്ലാം കൃതിയിലെ ഹാസ്യത്തിന്റെയും ആക്ഷേപഹാസ്യത്തിന്റെയും സാന്നിധ്യം പ്രതിഫലിക്കുന്നു. ഈ പ്രയോഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ബഷീർ തന്റെ പ്രശാന്തത തേടി എത്തിച്ചേർന്ന വീട് യഥാർത്ഥത്തിൽ ബഹളങ്ങളുടെയും മേളങ്ങളുടെയും കേന്ദ്രമാണ്. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിലും ബഷീർ ഒരു യോഗിയെ പോലെ, സന്യാസിയെ പോലെ വിലസുന്നു. കുഞ്ഞുങ്ങളുടെ വഴക്കുകൾ, മുതിർന്നവരുടെ അഭ്യർത്ഥനകൾ, ആടിന്റെ വികൃതികൾ, ഇവയെല്ലാം ബഷീറിന് വിനോദമാണ്. ഇതിലൂടെ ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന, അതായത് എല്ലാത്തിൻ്റെയും കളികള് വളരെ മനോഹരമായിട്ട് ദർശിക്കുന്ന നമ്മുടെ ദൈവല്ലേ, അതായത് നമ്മുടെ പ്രവർത്തികളൊക്കെ കാണുന്ന ദൈവത്തിനോടാണ് ഇവിടെ ബഷീറിനെ ഉപമിച്ചിരിക്കുന്നത്. ലീലയായി ദർശിക്കുന്ന സ്രഷ്ടാവിനെ ബഷീർ അനുസ്മരിപ്പിക്കുന്നതാണ് ലേഖകന് തോന്നുന്നത്.
ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരനെ നയിക്കുന്ന ബഷീറിന്റെ ശൈലിയെ ലേഖകൻ എടുത്തു പറയുന്നു. അതായത് ചെറിയൊരു കഥയാണിത്, പക്ഷെ എന്താണ്, പ്രകൃതിയും മനുഷ്യനും ഇടപഴകി ജീവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാഠമാണ് പാത്തുമ്മയുടെ ആട്, അല്ലെ? ആ ചെറിയ കഥയിലൂടെ വലിയൊരു ആശയമാണ് ബഷീർ നമുക്ക് പങ്കുവെക്കുന്നത് എന്നാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരുപാട് അകന്നാണ് ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, പ്രകൃതിയും മനുഷ്യനും ഇടപഴകിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ ജീവജാലങ്ങളെ സഹോദര തുല്യമായി കണ്ടുകൊണ്ട് വേണം നാം ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോഴേ ഒരു സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ലോകം ഉണ്ടാകൂ എന്നൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ കഥയിലൂടെ മനസ്സിലാക്കി തരികയാണ് ആര്? ബഷീർ. വസ്തുതകൾ നിരത്തിവെക്കുന്ന കൃതിയാണെങ്കിലും ബഷീറിന്റെ ഭാഷ അതിനെ രസകരമാക്കുന്നു. MK സാനുവിന്റെ ലേഖനം പാത്തുമ്മയുടെ ആട് എന്ന കൃതിയുടെ പ്രസക്തിയും മൂല്യവും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ വിജയിക്കുന്നു. ഈ കൃതി ഭാവി തലമുറയ്ക്ക് ഒരു രത്നമായി നിലനിൽക്കുമെന്ന സാനുവിന്റെ വാക്കുകൾ ബഷീറിന്റെ സർഗാത്മകതയ്ക്ക് നൽകുന്ന ഒരു ആദരവാണ്. പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെ വീണ്ടും വായിക്കാനും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഈ ലേഖനം വായനക്കാരെ പ്രേരിപ്പിക്കുന്നു. എന്താണ് ബഷീറിന്റെ ഈ കൃതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഉള്ള ആ ഒരു ഇഴയടുപ്പത്തെയാണ് ഈ ഒരു കൃതിയിലൂടെ ബഷീർ എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സൂക്ഷ്മമായിട്ടുള്ള ഒരു പഠനം വേണമെന്നും ഭാവി തലമുറ ഇതിനെ ഒരു രത്നമായിട്ട് വാഴ്ത്തുമെന്നും ആര് പറയാണ്? MK സാനു പറയാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കി, കൃത്യമായിട്ട് ആരാണ് എഴുതിയത്, ഏതിൽ നിന്നാണ് എടുത്തത്, എന്താണ് പാത്തുമ്മയുടെ ആടിൽ പറയുന്നത്, എന്താണ് ഇതിന്റെ പൊതുവായിട്ടുള്ള ഒരു സാരാംശം, ബഷീർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വായിച്ചു വെക്കുക, പഠിച്ചു വെക്കുക. അപ്പം ബഷീറിന്റെ ഈ കൃതിയെ കുറിച്ചും MK സാനു എന്താണ് ബഷീറിന്റെ കൃതിയെക്കുറിച്ച് പറയുന്നത് എന്നും കൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഒരുവിധം എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാം. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈവിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.